തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഗുരുതര ചികിത്സാ പിഴവ് സമ്മതിച്ചുകൊണ്ടുള്ള ഡോക്ടറുടെ ശബ്ദരേഖ പുറത്ത്. മലയൻകീഴ് സ്വദേശിയായ 26 വയസ്സുകാരിക്ക് തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയ്ക്കിടെയാണ് സർജിക്കൽ ട്യൂബ് നെഞ്ചിൽ കുടുങ്ങിയത്. 2023 മാർച്ച് 22-നായിരുന്നു ശസ്ത്രക്രിയ നടന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പിഴവ് തെളിഞ്ഞത്. വിഷയത്തിൽ ഇതുവരെ ആരോഗ്യവകുപ്പ് പ്രതികരിച്ചിട്ടില്ല. യുവതിയുടെ നെഞ്ചിലാണ് ട്യൂബ് കുടുങ്ങിയിരിക്കുന്നത്. കാര്യം തിരക്കി വിളിക്കുന്ന രോഗിയുടെ ബന്ധുവിനോട് ഡോക്ടർ പിഴവ് സമ്മതിക്കുന്നുണ്ട്. പറ്റിയത് തെറ്റ് തന്നെയെന്ന് ഡോക്ടർ രാജീവ് കുമാർ പറയുമ്പോഴും താൻ അല്ല ശസ്ത്രക്രിയ നടത്തിയതെന്നാണ് ന്യായീകരണം. ശസ്ത്രക്രിയയ്ക്ക് ശേഷം മരുന്നും രക്തവും എടുക്കാനിട്ടിരുന്ന ഗൈഡ് വയറാണ് കുടുങ്ങിയത്. മരുന്നിന് ട്യൂബ് ഇട്ടവരാണ് ഉത്തരവാദികളെന്നും ഡോക്ടർ പറഞ്ഞു. അതെല്ലാം ചെക്ക് ചെയ്ത് വന്നപ്പോൾ ICUവിൽ ഇങ്ങനെ ഒരു മറ്റേ സെൻട്രൽ വെയിൻ ഇട്ടതായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ ഇതിൽ കിടന്നുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. സംശയമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ ചെയ്തപ്പോൾ ഹോസ്പിറ്റൽ ഉത്തരവാദിത്തം പറ്റുള്ളൂ. സംഭവം അറിഞ്ഞ ശേഷം ശ്രീചിത്രയിൽ നടത്തിയ പരിശോധനയിലാണ് ഗൈഡ് വയറെന്ന് മനസ്സിലാകുന്നത്. വയറ് കുടുങ്ങിയത് അറിഞ്ഞിട്ടും ഡോക്ടർ രാജീവ് കുമാർ മറച്ചുവെച്ചെന്ന് പെൺകുട്ടിയുടെ ബന്ധു ആരോപിക്കുന്നു. ഇക്കാര്യം അറിഞ്ഞ ഡോക്ടർ വിദഗ്ധ ചികിത്സയ്ക്കായി പണം നൽകിയെന്നും വെളിപ്പെടുത്തി. 2 പ്രാവശ്യമായി 6590 രൂപ നൽകിയെന്നാണ് ബന്ധുവിന്റെ വെളിപ്പെടുത്തൽ. ഡോക്ടർ എക്സ്റേ എടുക്കുന്നതിന് വേണ്ടിയും മറ്റേ സ്കാനിങ്ങിനൊക്കെ വേണ്ടി പൈസ ഗൂഗിൾ പേ വഴി സുമയാക്ക് അയച്ചു കൊടുക്കുകയും സുമയ എക്സ്റേ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഡോക്ടർ അയച്ച സ്ക്രീൻഷോട്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. എക്സ്റേ പരിശോധനയിൽ ട്യൂബ് ധമനികളോട് ഒട്ടിപ്പോയതായാണ് കണ്ടെത്തൽ. ഇനി ശസ്ത്രക്രിയ നടത്തി ട്യൂബ് പുറത്തെടുക്കാനാകില്ലെന്ന് വിദഗ്ധ ഡോക്ടർമാർ അറിയിച്ചു. ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര പിഴവിൽ ജീവിതം തന്നെ പ്രതിസന്ധിയിലായ തനിക്ക് നീതി ലഭിക്കണമെന്നും വിദഗ്ധ ചികിത്സ നൽകണമെന്നും 26-കാരി ആവശ്യപ്പെട്ടു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.